ഹരി ഓം. രുക്കൂസ് വേൾഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശിഷ്ടമായ പുരാതനമായ ഇതിഹാസമാണ് രാമായണം. രാമായണത്തിലെ അതിശക്തമായൊരു കാണ്ഡമാണ് സുന്ദരകാന്ഡം. സുന്ദരകാന്ഡം പാരായണം ചെയ്യുന്നത് കുറച്ച് കഠിനമാണ്. എന്നിരുന്നാലും വളരെ ഭക്തി നിർഭരവും ആസ്വാദകർക്ക് വളരെ രസകരവുമാണ്. സുന്ദരകാന്ഡം നിത്യേന പാരായണം ചെയ്യുന്നവരുടെ ദുരിതങ്ങൾ നീങ്ങിപ്പോകുമെന്നും ശത്രുനാശം സംഭവിക്കുമെന്നും പറയപ്പെടുന്നു. നമുക്ക് സുന്ദരകാന്ഡത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഹനുമാൻ സ്വാമിയെക്കുറിച്ചാണ്. രാമായണത്തിലെ സുന്ദരകാന്ഡത്തെക്കുറിച്ചാണ്. രാമായണത്തിലെ ഏറ്റവും സുന്ദരമായ അധ്യായം ഏതെന്ന് ചോദിച്ചാൽ അത് സുന്ദരകാന്ഡമാണെന്ന് പറയാം. വാൽമീകിയാൽ രചിക്കപ്പെട്ട രാമായണത്തിലെ 5-ാമത്തെ അധ്യായമാണ് സുന്ദരകാന്ഡം. സുന്ദരകാന്ഡത്തിൽ ശ്രീ ഹനുമാൻ സ്വാമിക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഹനുമാൻ സ്വാമിയുടെ വീരകഥകളാണ് ഇതിലെ പ്രധാന വിഷയം. സുന്ദരകാന്ഡം ഈ പറയുന്ന സംഭവ വികാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, ബാല്യകാലത്ത് കിട്ടിയ ഒരു ശാപം മൂലം ഹനുമാൻ സ്വാമിക്ക് അദ്ദേഹത്തിൻ്റെ കഴിവുകളെക്കുറിച്ച് സ്മരണ നഷ്ടപ്പെട്ടിരുന്നു. സീതാന്വേഷണത്തിൻ്റെ ആ ഘട്ടത്തിൽ അന്നേരം ജാമ്പവാനും മറ്റും ഹനുമാൻ സ്വാമിയെ പ്രകീർത്തിക്കുകയും തൽഫലമായി തൻ്റെ കഴിവുകളെക്കുറിച്ചുള്ള അവബോധം ഹനുമാൻ സ്വാമിയിലേക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ലങ്ക ലക്ഷ്യമാക്കി സീതാന്വേഷണത്തിൻ്റെ ഭാഗമായി ഹനുമാൻ സ്വാമി ലങ്കയിലേക്ക് പറക്കുന്നു. സിംഹികയും ലങ്കാലക്ഷ്മിയും പോലുള്ള പ്രതിബന്ധങ്ങളെയെല്ലാം തൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ട് അതിജീവിച്ച് രാവണനാൽ അപഹരിക്കപ്പെട്ട സീതാദേവിയുടെ അടുത്തേക്ക് സാഹസികനായ ഹനുമാൻ സ്വാമി ചെന്നെത്തുന്നു. അവിടെ അശോകവനികയിൽ സീതാദേവിയെ സമാശ്വസിപ്പിക്കുകയും തൻ്റെ പ്രഭുവായ ശ്രീരാമചന്ദ്രൻ വന്ന് മോചിപ്പിക്കുമെന്ന് രാമൻ കൊടുത്തയച്ച മുദ്രമോതിരം സീതാദേവിക്ക് നൽകി സാക്ഷ്യം നൽകുകയും ചെയ്യുന്നത് ഹനുമാൻ സ്വാമി തന്നെയാണ്. പിന്നീട് രാവണൻ്റെ സഭയിലെത്തുകയും രാവണൻ്റെ അഹങ്കാരത്തിന് തക്ക പ്രതിഫലമെന്നോണം ലങ്കാദഹനം നടത്തുകയും ചെയ്യുന്നു. എന്നാൽ ദൈവഭക്തനായ വിഭീഷണൻ വസിക്കുന്നിടത്ത് മാത്രം അദ്ദേഹം ഹാനിയൊന്നും വരുത്തുന്നില്ല താനും. പിന്നീട് അവിടെ നിന്ന് സീതയെക്കുറിച്ചുള്ള വിവരങ്ങളുമായാണ് വിജയശ്രീലാളിതനായി ഹനുമാൻ സ്വാമി തൻ്റെ പ്രഭുവായ ശ്രീരാമചന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നെത്തുന്നത്. അതോടെ രാമായണ കഥ സുപ്രധാനമായൊരു വഴിത്തിരിവിലേക്ക് ചെന്നെത്തുകയും ചെയ്യുന്നു. ഭക്തിയുടെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും സാമർഥ്യത്തിൻ്റെയും എല്ലാം മൂർത്തീഭാവമായാണ് സുന്ദരകാന്ഡത്തിൽ ഹനുമാൻ സ്വാമിയെ പ്രകീർത്തിക്കുന്നത്. മറ്റു കാണ്ഡങ്ങളിൽ നിന്നെല്ലാം സുന്ദരകാന്ഡത്തെ വ്യത്യസ്തമാക്കുന്നതും ഇതുതന്നെയാണ്. ഹനുമാൻ സ്വാമിയെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണമഹം പ്രപദ്യേ. നന്ദി, നമസ്കാരം.